ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു സനാനിയ ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഒരു 100 ഗ്രാമോളം ചിക്കൻ വേവിച്ചെടുത്തതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് എല്ല് കളഞ്ഞ് ഇടുക. നല്ല ഫ്ലഷായ പീസുമാണ് എടുക്കാനായിട്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക്. ഇത് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 4 ചെറിയ ഉരുളക്കിഴങ്ങ് നമുക്ക് പുഴുങ്ങി ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനൊരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനകത്തേക്ക് ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനകത്തേക്ക് ചേർക്കാം. ഞാൻ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് അതിനകത്തേക്ക് ചേർക്കാം. ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ പച്ചമുളക് കടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. നല്ലോണം ചെറുതായി അരിഞ്ഞതാണ്. ഇത് നമ്മൾ വലുതായിട്ട് എടുക്കുകയാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല. ഇത് ചെറുതായി അരിഞ്ഞാൽ ഇത് നമുക്ക് കഴിച്ചാൽ നല്ലതാണ്, നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഗരം മസാല ചേർക്കാം, 1/4 ടീസ്പൂൺ. ഇനി നല്ലോണം ചൂട് പിടിക്കണ വരെ ഇളക്കി കൊടുക്കാം. ഇനി വഴറ്റി വച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം കൈ വെച്ച് മിക്സ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ കൈ വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതേ വലിപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. ഇതേപോലെ എനിക്ക് 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് 10 പീസാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് 1/2 ഗ്ലാസ് മൈദ ഒരു ബൗളിലേക്ക് ചേർക്കാം. അതേപോലെ തന്നെ 1/2 ഗ്ലാസ് അരിപ്പൊടിയും ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയെടുക്കാം. 2 പിഞ്ച് സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. സോഡാപ്പൊടി ചേർത്താറുണ്ട്, ഞാൻ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഇനി ഒരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഒഴിക്കാം. ഇനി ഞാനിതേ ഒരു സ്പൂണിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് സ്പൂണിൽ തന്നെ കോരിയെടുക്കാം. ഇതേപോലെ നല്ലോണം കവർ എടുക്കാം. എന്നിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടാകണം, എന്നാലാണ് നല്ലോണം ഫ്രൈ ആയി വരുള്ളൂ. അരിപ്പൊടി ചേർക്കണം, നല്ല ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇത് നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇതേപോലെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് അരിപ്പൊടി ചേർത്തായിരുന്നുകൊണ്ട് പുറമെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. നല്ല നമ്മൾ കട്ട്ലേറ്റ് കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിന്. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു.